കയറിയ വെള്ളം ഇറങ്ങിപ്പോകാൻ സമയമെടുക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത വേലിയേറ്റമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ മാർച്ച് മാസം എത്തിയിട്ടും ഈ വെള്ളം ഇവിടെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. വെള്ളം വരദാനമായി നൽകിയ കരയാണ് വൈപ്പിൻകര. അതേ കര വെള്ളത്താൽ തന്നെ ഇല്ലാതെയാകുമോ എന്ന ആശങ്കയിൽപ്പെട്ട ഒരു കൂട്ടം കുടുംബങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പുതുവൈപ്പിൽ വർഷത്തിൽ എല്ലാ ദിവസവും ഇതാണ് അവസ്ഥ. ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ? ഇതിവിടുന്ന് പോണില്ല. ഈ വെള്ളം പിള്ളേരൊക്കെ ഉള്ളതാണ്. ഈ പാമ്പും പഴുതാരയും എല്ലാ പണ്ടരച്ചവും ഇവിടെ ഉണ്ട്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഞങ്ങൾക്ക് ഈ വയസ്സായ ആളുകളാണ്. എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോയി എന്ത് ചെയ്യും? വാതില് ജനലൊക്കെ പോയിട്ട് രണ്ടാമത് റിപ്പയറിന് പാസ്സായി പഞ്ചായത്തിൽ നിന്ന് അത് കിട്ടി. അതുകൊണ്ട് ഇപ്പം ചെയ്തേക്കണേണ്. ഇനിയിപ്പോൾ തെല്ലി പോണേന്ന്. പ്രശ്നം നേരിടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. വേലിയേറ്റത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഈ രാത്രിയൊക്കെ പിള്ളേർ വല്ല കടകളിലൊക്കെ പോകണമെങ്കിൽ ഈ ഇതിൽ നീന്തിയാണ് പോണത്. ഇവിടെ ഈ റോഡൊക്കെ വെള്ളമായിരുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, ഇത് വല്ല വിൽക്കാന ഒക്കെ ആണെങ്കിൽ വെള്ളം പറ്റാണ്ട് ഒരു മനുഷ്യനും മേടിക്കില്ല. വെള്ളത്തിൽ ആരും മേടിക്കും? ഇവിടെ എന്ന് വെച്ചാൽ ഈ തെക്കുവശത്ത് കണ്ട് തോടൊക്കെ ഉണ്ടായിരുന്ന അവരുടെ അതിരുള്ള തോട് അവരൊക്കെ നികത്തി കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് പോകാനുള്ള വഴിയില്ല. ആ വഴിയില്ലാതെ കഴിഞ്ഞപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം കയറുന്നുണ്ട്. പക്ഷേ ഈ കൊല്ലം ഇപ്പോൾ ഇത്തിരി കൂടുതലാണ്. ഈ പ്രദേശത്തൊക്കെ ഈ വെള്ളക്കെട്ടാണ്. ഇപ്പോൾ നമ്മൾ വന്ന വഴി കണ്ടല്ല, ആ വഴി അതുപോലെ തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് തെക്കോട്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. വെള്ളം വന്നെന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളമാണ്. കുഞ്ഞുങ്ങളൊക്കെ നടന്ന കാല് ചൊറിച്ചിലും പുഴുക്കടി പോലെ പിള്ളേർക്ക് വരെയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്. സാധാരണ ഈ വഴിയാണ് പോകാറുള്ളത്. ഇവിടെയാണ് ബസ് ഒന്ന് നിർത്തണം. അപ്പോൾ ഈ വഴി പോകുമ്പോൾ ഇവിടെ നിറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് വേറെ വീടിൻ്റെ അവിടെ കൂടെ കയറി പോകേണ്ടി വരും. ഷൂസ് ഇങ്ങനെ നനഞ്ഞു പോകാറുണ്ട്. അപ്പോൾ വണ്ടി ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഒരേ ലൈനിലുള്ള വിവിധ വീടുകളുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചിലയിടത്ത് ചെളിവെള്ളമാണെങ്കിൽ ചിലയിടത്ത് ഇങ്ങനെ വെള്ളക്കെട്ടിലാണ് വീട് എല്ലാ ദിവസവും. നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലത്താണ് സാധാരണ വൃശ്ചിക വേലിയേറ്റം ഉണ്ടാകുന്നതെങ്കിൽ ഈ മാർച്ച് ആയിട്ടും ഇത്തവണ വൃശ്ചിക വേലിയേറ്റ സമയത്ത് കയറിയ വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. ഈ 40 വർഷമായിട്ട് ഇതിന് പ്രാഥമികമായിട്ട് ഓയിൽ കൺസോർഷ്യം ഡാമേജ് ഉണ്ടാകുന്നതിന് പരിഹാരമായിട്ട് പുതുവൈപ്പിന് തന്ന 12 കോടിയോളം രൂപ അശാസ്ത്രീയമായിട്ട് ഈ തോടുകളൊക്കെ തോന്നിയ പോലെ ഡ്രഡ്ജ് ചെയ്ത് നിർത്തിയേക്കണേ. സുനാമിക്ക് ശേഷം കയറിയേക്കണ എല്ലാ മാലിന്യങ്ങളും ഈ തോടുകളിൽ കയറി പൂർണ്ണമായിട്ടും തന്നെ മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. കണ്ടില്ലേ, ഇതുപോലെ ബക്കറ്റിലും ചരുവത്തിലുമൊക്കെ കുടിവെള്ളം പിടിച്ചിട്ടാണ് ഈ നാട്ടുകാർ തങ്ങളുടെ കുടിവെള്ള ആവശ്യം നിറവേറ്റുന്നത്. മുറ്റത്തൊരു പുൽനാമ്പ് പോലുമില്ലാതെ നമ്മുടെ പോലെ സാധാരണ ദിവസത്തിലേക്ക് ഉണരാനും ഉറങ്ങാനും കഴിയാതെ ഉഴലുകയാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾ. സമഗ്രമായൊരു പദ്ധതിയാണ് ഇവർക്ക് ആവശ്യം.